الحمد لله حمدا كثيرا طيبا مباركا فيه، والصلاة والسلام على محمد وآله وصحبه أجمعين. نحمده ونستعينه ونؤمن به ونتوكل عليه، ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهد الله فلا مضل له ومن يضلله فلا هادي له، ونشهد أن لا إله إلا الله، ونشهد أن محمدا رسول الله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الحديث كتاب الله، وخير الهدي هدي محمد صلى الله عليه وسلم، وشر الأمور محدثاتها وكل محدثة بدعة. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء، واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم، ومن يطع الله ورسوله فقد فاز فوزا عظيما. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الناس كلوا مما في الأرض حلالا طيبا ولا تتبعوا خطوات الشيطان إنه لكم عدو مبين. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. ബഹുമാന്യരായ മുഅ്മിനീങ്ങളെ, മുഅ്മിനാത്തുകളെ, അള്ളാഹുവിന്റെ ആജ്ഞാനിർദ്ദേശങ്ങൾക്ക് വിധേയരായി ഈമാനോടെ ഇഖ്ലാസോടെ തഖ്വാബോധത്തോടെ ജീവിക്കണമെന്ന് എന്നോടും തുടർന്ന് നിങ്ങളോടും ഞാൻ വസിയത്ത് ചെയ്യുകയാണ്. അള്ളാഹുവിന് ഏറെ ഇഷ്ടപ്പെട്ട മുഅ്മിനീങ്ങളിലും മുഹ്സിനീങ്ങളിലും ഉൾപ്പെടുത്തി അള്ളാഹു നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മിൽ നിന്നും വന്നു പോകുന്ന എല്ലാവിധ ചെറുതും വലുതുമായ തെറ്റുകുറ്റങ്ങൾ അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ ജുമുഅ നമസ്കാരത്തിന് നമ്മൾ പങ്കെടുത്ത് അതിൽ പ്രാർത്ഥനയിൽ ഉൾപ്പെട്ട് ഇങ്ങനെ പോകുന്നത് കൊണ്ട് നമ്മുടെ പാപങ്ങളെല്ലാം അള്ളാഹു പുറത്ത് മാപ്പാക്കി തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹുവെ, ഞങ്ങളിൽ പലവിധ രോഗങ്ങളാൽ വിഷമിക്കുന്നവരുണ്ട്, പുറത്തു പറയാൻ കഴിയാത്ത രോഗങ്ങൾ ഉള്ളവരുണ്ട്.
ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യപ്പെട്ടവരുണ്ട്. മാനസിക പിരിമുറുക്കങ്ങളിൽപ്പെട്ട് മെന്റലി പ്രോബ്ലമായ മനുഷ്യരുണ്ട്. അള്ളാഹുവേ, എല്ലാവരുടെയും പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കഴിയുന്ന റഹ്മാനെ, മരിക്കുന്നത് വരെ അള്ളാഹുവേ ആരോഗ്യത്തോടുകൂടി ഇരിക്കുവാനും ആരോഗ്യത്തോടുകൂടി നിനക്ക് ഇബാദത്തുകൾ ചെയ്യുവാനും ധാരാളം ഖുർആൻ പാരായണം ചെയ്യുവാനും കഴിയുന്നത്ര സ്വതക്ക സക്കാത്തുകൾ നിർവഹിക്കുവാനും രാത്രി തഹജ്ജുദ് നമസ്കരിക്കുവാനുമൊക്കെ ഞങ്ങൾക്ക് തൗഫീഖ് നൽകുകയും ഞങ്ങളെ പൂർണ്ണമായ എല്ലാ അസുഖങ്ങളിൽ നിന്നും പൂർണ്ണമായ ശിഫ നൽകി ഞങ്ങളെ അനുഗ്രഹിക്കുകയും ചെയ്യണമേ റഹ്മാനെ. അള്ളാഹു, ഞങ്ങളുടെ ഒരു സഹോദരി സുലൈഖ ഒരാഴ്ചയിലധികമായി ആസ്റ്റർ മെഡിസിറ്റിയിലെ വെന്റിലേറ്റർ അവരങ്ങനെ കഴിയുകയാണ്. ഡോക്ടർമാർ ഒന്നും പറയുന്നില്ല. ധാരാളം സാമ്പത്തികം ഒക്കെ ആവശ്യമുള്ള ചികിത്സയാണ്. അള്ളാഹുവേ, സുലൈഖ എന്ന ഞങ്ങളുടെ സഹോദരിക്ക് ജീവിതമാണ് ഉത്തമമെങ്കിൽ ജീവിതവും, മരണമാണ് ഉത്തമമെങ്കിൽ മരണവും നൽകി അനുഗ്രഹിക്കുമാറാകണേ റഹ്മാൻ. ബഹുമാന്യ സഹോദരങ്ങളെ, നമ്മുടെ നിലനിൽപ്പിന് ഏറ്റവും അത്യന്താപേക്ഷിതമാണ് ഭക്ഷണവും വെള്ളവും വായുവും. ഇത് മൂന്നും കൂടാതെ നമുക്ക് ദുനിയാവിൽ ജീവിക്കുക സാധ്യമല്ല. വെള്ളം അത്യാവശ്യമാണ്. വായു, ഇപ്പൊ ഡൽഹിക്കാര് ആകെ വിഷമിക്കുകയാണ്, ശുദ്ധമായ വായു കിട്ടുന്നില്ല. എന്നാലോചിക്കും, പുകമഞ്ഞ് മൂടി കാർബൺ ഡൈ ഓക്സൈഡ് വ്യാപിച്ച് വാഹനങ്ങളിൽ നിന്നൊക്കെ പരക്കുന്ന പുക വ്യാപിച്ചിട്ട് ശുദ്ധമായ വായു കിട്ടാതെ VIP അടക്കം വിഷമിക്കുക. ഡൽഹി എന്നൊക്കെ പറഞ്ഞാൽ അവിടെ താമസിക്കുന്നത് ഭരണസിരാ കേന്ദ്രമാണല്ലോ. അവിടെയൊക്കെ താമസിക്കുന്ന വൻ VIP അവരുമൊക്കെ വിഷമിക്കുക. ഇനി എന്ത് ചെയ്യും? കൃത്രിമ മഴ പെയ്യിച്ചുകൊണ്ട് ശുദ്ധമായ ഓക്സിജൻ ലഭിക്കാൻ സാധ്യതയുണ്ടോ? പഠിച്ചുകൊണ്ടിരിക്കുക. പക്ഷെ പഠിക്കുന്ന കാലത്തോളം ഇവർ ശ്വസിച്ച് കയറ്റുന്നത് ഇതുപോലെ പലതരം വിഷമയമുള്ള വായുവാണ്. വായു, ശുദ്ധമായ വായു എന്നത് അള്ളാന്റെ ഏറ്റവും വലിയ അനുഗ്രഹമാണ്. ശുദ്ധമായ ഭക്ഷണം എന്നുള്ളത് അള്ളാന്റെ ഏറ്റവും വലിയ അനുഗ്രഹമാണ്. ശുദ്ധമായ വെള്ളം എന്നത് പടച്ചവന്റെ ഏറ്റവും വലിയ അനുഗ്രഹമാണ്. അള്ളാഹു പറയുന്നു, യാ അയ്യുഹന്നാസ്, അല്ലയോ ജനങ്ങളെ എന്നാ വിളിച്ച അള്ളാഹു. സാധാരണ കുറെ ആയത്തുകളിലൊക്കെ അള്ളാഹു യാ അയ്യുഹല്ലദീന ആമനു എന്നാ വിളിക്കുന്നത്. പക്ഷെ ഇവിടെ എല്ലാവർക്കും അത്യാവശ്യമായ സംഗതി വേണമല്ലോ. അതുകൊണ്ട് അള്ളാഹു എല്ലാവരെയും ഉൾപ്പെടുത്തി വിളിക്കുകയാണ്, യാ അയ്യുഹന്നാസ്, അല്ലയോ ജനങ്ങളെ, കുലൂ, നിങ്ങൾ തിന്നുകൊള്ളുക, കഴിച്ചുകൊള്ളുക, മിമ്മാ ഫിൽ അർളി, ഭൂമിയിലുള്ളത്, ഹലാലൻ, ഹലാലായത് മാത്രം ഭക്ഷിച്ചു കൊള്ളുക. ഹലാൽ എന്ന് പറഞ്ഞാൽ ഹറാമിന്റെ ഓപ്പോസിറ്റ് വാക്കാണ് ഹലാൽ എന്നുള്ള വാക്ക്. അനുവദനീയമായ ഭക്ഷണം. അള്ളാഹു ഹറാമാക്കി പഠിപ്പിച്ച കുറെ ഭക്ഷണങ്ങളുടെ പേര് പരിശുദ്ധ ഖുർആനിലുണ്ട്. അതൊന്നും നിങ്ങൾ കഴിക്കരുത്. അത് ചിലപ്പോൾ നിങ്ങളുടെ ആരോഗ്യത്തിന് തന്നെ വലിയ ഹാനികരമാകും ചിലപ്പോൾ. അതുകൊണ്ട് അള്ളാഹുവും റസൂലും ഹറാമാക്കിയതിലേക്ക് നിങ്ങൾ പോകാതെ ഹലാലായ ഭക്ഷണം മാത്രം നിങ്ങൾ കഴിക്കുക. ത്വയ്യിബ, ഹലാലുമാകണം ആ ഭക്ഷണം, വിശിഷ്ടവുമാകണം, നല്ലതാകണം. ഇപ്പൊ പൂക്കൾ അള്ളാഹ് ഹറാമാക്കിയിട്ടില്ല. പക്ഷെ 2 പെൺകുട്ടികൾ അരളിപ്പൂ കഴിച്ച് മരിച്ചുപോയി നീ എടുത്ത് വാർത്ത വന്നില്ല. അരളി എന്ന് പറയുന്നത് നമ്മുടെ വീട്ടിലൊക്കെ നല്ല ഷോ കാണിക്കാൻ വേണ്ടി വളർത്തുന്ന. അപ്പൊ ആ അരളിപ്പൂ ഇനി ആരെങ്കിലും കഴിക്കുവോ? പൂവിനെ അള്ളാഹ് ഹറാമാക്കിയിട്ടില്ല. പക്ഷെ അരളിപ്പൂ വിശിഷ്ടമല്ല, ത്വയ്യിബല്ല എന്ന് നമുക്ക് മനസ്സിലായി. മറ്റൊരാള് കൂൺ, അയാൾ പുല്ല് പറിച്ചിടുന്നപ്പോ ഒരു കൂൺ കിട്ടി. അങ്ങനെ ആ കൂൺ ഹറാമാക്കിയിട്ടില്ലല്ലോ. കൂൺ ഭക്ഷിച്ച് കഴിച്ചു. അതിൽ നിന്നുണ്ടായ വിഷമയമായ കൂണായിരുന്നു, അയാൾ മരണപ്പെട്ടു. അപ്പൊ ചില കൂണുകളിൽ എന്തുണ്ട്? വിഷമുണ്ട്. ചില പൂക്കളിൽ എന്തുണ്ട്? വിഷമുണ്ട്. ചില കായകളിൽ എന്തുണ്ട്? വിഷമുണ്ട്. അതുകൊണ്ട് അള്ളാഹു പറഞ്ഞു, നിങ്ങൾക്കത് മനസ്സിലായി കഴിഞ്ഞാൽ, ഞാൻ സൃഷ്ടിച്ച വസ്തുക്കൾ ഇന്നതിന്നത് നല്ലതും ഇന്നതിന്നത് തീയതുമാണ് എന്ന് നിങ്ങൾക്ക് മനസ്സിലായി കഴിഞ്ഞാൽ നിങ്ങൾ നല്ലത് മാത്രമേ കഴിക്കാവൂ, ഹലാലായത് മാത്രമേ കഴിക്കാവുള്ളൂ. ത്വയ്യിബായത്, ത്വയ്യിബ് എന്ന് പറഞ്ഞാൽ വിശിഷ്ടം, നല്ലത് മാത്രമേ കഴിക്കാവൂ. വലാ തത്തബിഉ ഖുതുബാത്തി ശൈത്വാൻ, ഒരിക്കലും നിങ്ങൾ ശൈത്താന്റെ കാലടിപ്പാടുകളെ പിന്തുടരരുത്. ശൈത്താൻ വലിയ അപകടകാരിയാണ്.
എല്ലാ രംഗത്തേക്കും കടന്നു വരുന്നവനാണ്. നമ്മുടെ കണ്ണുകൊണ്ട് കാണാൻ കഴിയാത്ത ഒരു സൃഷ്ടിയാണ്. അവന്റെ കടന്നുവരവിനെ നിങ്ങൾ സൂക്ഷിക്കുക. ഇന്നഹു ലക്കും അദുവ്വും മുബീൻ, അവൻ നിങ്ങളുടെ വ്യക്തമായ ശത്രുവാണ്, സൂക്ഷിക്കണം കേട്ടോ എന്ന് അല്ലാഹു പറഞ്ഞു. അത് സൂറത്തു അൽ ബഖറയിലെ 168 ആയത്താണ്. പിന്നെ സൂറത്തു അന്നഹൽ, തേനീച്ച എന്ന് പറയുന്നതിലെ എന്ന സൂറത്തിലെ 114 ആയത്തിൽ ഇങ്ങനെ പറയുന്നു, ഫകുലൂ, നിങ്ങൾ ഭക്ഷിച്ചുകൊള്ളൂ, മിമ്മാ റസഖക്കുമുല്ലാഹ്, അള്ളാഹു നിങ്ങൾക്ക് നൽകിയ റിസ്ക്കിൽ നിന്നും. റിസ്ക് എന്ന് പറഞ്ഞ ഭക്ഷണം, ഫുഡിന് അറബി പറയുന്ന പേരെന്താ? റിസ്ക് എന്ന് പറയും, ത്വാം എന്ന് പറയും. അള്ളാഹു നിങ്ങൾക്ക് നൽകിയ റിസ്ക്കിൽ നിന്നും നിങ്ങൾ ഭക്ഷിച്ചു കൊള്ളുക. ഹലാൽ, ഹലാൽ മാത്രമേ ഭക്ഷിക്കാവൂ. ഈ ഹലാൽ എന്ന് ഹോട്ടലിന്റെ മുമ്പിൽ എഴുതി വെച്ചതിൽ എന്തെല്ലാം പുകില ഇവിടെ നടന്നത് അല്ലേ? കേരളത്തിൽ ഭയങ്കരമായ അറ്റാക്കാണ് നടന്നത്, സൈബർ അറ്റാക്ക്. ഹലാൽ എന്ന് എഴുതി വെച്ചു പോയി. അള്ളാഹ് പറഞ്ഞതാണ് നിങ്ങൾ ഹലാലെ കഴിക്കാവുള്ളൂ. അത് ജനങ്ങൾ മൊത്തം വിളിച്ച അള്ളാഹ് പറഞ്ഞ, മുഅ്മിനീങ്ങളെ മാത്രമല്ല. യാ അയ്യുഹന്നാസ് എന്ന് അള്ളാഹ് വിളിച്ചത്, അല്ലയോ ജനങ്ങളെന്നാ വിളിച്ച. നിങ്ങൾ ഹലാലെ കഴിക്കാവുള്ളൂ. പിന്നെ എന്തിനായിരുന്നു ഈ സൈബർ അറ്റാക്ക്? അത് മുസ്ലിം എഴുതി വെച്ചതുകൊണ്ടാണ്. മുസ്ലിങ്ങൾ പഠിച്ചു ഹലാലെ കഴിക്കാൻ പാടുള്ളൂ, അള്ളാഹു പഠിപ്പിച്ചതാണ് അത് ഖുർആനിൽ. അതുകൊണ്ട് ഹോട്ടലിലൊക്കെ ഫ്രണ്ടിൽ എഴുതി വെച്ചു ഹലാലായ ഭക്ഷണമാണെന്ന്. പക്ഷെ അത് ജനങ്ങൾ സമ്മതിക്കില്ല. ഞങ്ങൾക്ക് ഹറാം മതി എന്നല്ലേ ഈ ബഹളം ഉണ്ടാക്കുന്ന ആൾക്കാരുടെ വാദം, അല്ലയോ? ഞങ്ങൾക്ക് ഹറാം മതി എന്നേ, നിങ്ങൾ ഹലാൽ വേണ്ട. എന്നാലോചിച്ച് നോക്കിയേ, അള്ളാഹ് ഹലാൽ കഴിക്കാൻ പറഞ്ഞിട്ട് ജനങ്ങൾ പറയുന്നു ഞങ്ങൾക്ക് ഹലാൽ വേണ്ട, ഞങ്ങൾക്ക് അത് മതി, ഹറാം മതി. അതാണ് ജനങ്ങളുടെ അവസ്ഥ. അള്ളാഹ് പറയുന്നു, ഫകുലൂ മിമ്മാ റസഖക്കുമുല്ലാഹു ഹലാലൻ ത്വയ്യിബാ, ഈ ഭക്ഷണമൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യണം? വഷ്കുറൂ നിഅമത്തല്ലാഹ്, ഇത് നൽകിയ അള്ളാഹയാണ്. അള്ളാന്റെ അനുഗ്രഹങ്ങൾക്ക് നിങ്ങൾ നന്ദി കാണിക്കണം. ഇൻ കുന്തും ഇയ്യാഹു തഅബുദൂൻ, നിങ്ങൾ അവനെയാണ് ആരാധിക്കുന്നതെങ്കിൽ, നിങ്ങൾ നിങ്ങളുടെ റബ്ബിനെയാണ് ആരാധിക്കുന്നതെങ്കിൽ, ഓരോ ഉരുള ഭക്ഷണം കഴിക്കുമ്പോഴും ഓരോ ഗ്ലാസ് വെള്ളം കുടിക്കുമ്പോഴും അതുപോലെ തന്നെ എന്തെല്ലാം നന്മകൾ നിങ്ങൾ അകത്തേക്ക് പ്രവേശിപ്പിക്കുന്നുണ്ടെങ്കിലും ഇതിനൊക്കെ നിങ്ങൾ എന്ത് ചെയ്യണം? അള്ളാഹുവിന് നന്ദി പറയണം. ഇത് റബ്ബ് നമുക്ക് നൽകിയതാണ്. അള്ളാന്റെ റസൂൽ ഭക്ഷണം കഴിക്കുന്ന രംഗത്ത് പഠിപ്പിച്ച കുറെ മര്യാദകളുണ്ട്. അത് നമ്മൾ പാലിക്കുന്നുണ്ടോ എന്ന് ഈ ഖുതുബ ശ്രവിച്ച ശേഷം നിങ്ങൾ സ്വന്തം ചിന്തിക്കുക. ഉമർ ഇബ്നു അബീ സലമ റളിയല്ലാഹു അൻഹു പ്രസിദ്ധ സഹാബിയാണ്. ഖാല, അദ്ദേഹം പറയുകയാണ്, ഖാല ലി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാന്റെ റസൂൽ എന്നോട് ഒരിക്കൽ പറഞ്ഞു, സമ്മില്ലാ, ഭക്ഷണം കയ്യിലെടുത്താൽ ബിസ്മി ചൊല്ലണം. ഭക്ഷണം കയ്യിലെടുത്താൽ നീ ബിസ്മി ചൊല്ലണം. വക്കുൽ ബിയമീനിക, ആ ഭക്ഷണം നീ എടുക്കേണ്ടത് വലത് കൈ കൊണ്ടാകണം. ആ വലത് കൈ കൊണ്ട് വേണം നീ ആ ഭക്ഷണം കഴിക്കുവാൻ. വക്കുൽ മിമ്മാ യലീക, ഭക്ഷണം കഴിക്കാൻ തുടങ്ങുമ്പോൾ നിന്റെ തൊട്ടടുത്തുള്ള ഭക്ഷണം വേണം ആദ്യം കഴിക്കാൻ. അങ്ങകലെയുള്ള ഭക്ഷണത്തിന് കൈ നീട്ടരുത്. നിന്റെ തൊട്ടടുത്ത് ഏതാണോ ഭക്ഷണം ഉള്ളത് അത് നീ കഴിക്കുക. വക്കുൽ മിമ്മാ യലീക. അപ്പൊ 3 നിബന്ധനകൾ. ഒന്ന്, സമ്മില്ല, അത് മറന്നു പോകാൻ പാടില്ല. ബിസ്മില്ല എന്ന് പറയണം. അത് ഭക്ഷണം വിളമ്പുന്നയാളും പറയണം, ഭക്ഷണം കഴിക്കുന്നയാളും പറയണം, ബിരിയാണി ചെമ്പ് പൊട്ടിക്കുന്നയാളും എന്തു പറയണം? ബിസ്മില്ല പറയണം. അത് അള്ളാന്റെ നിബന്ധനയാണ്, റബ്ബിന്റെ ഓർഡറാണ്, കൽപ്പനയാണ്. വക്കുൽ ബിയമീനിക, വലത് കൈ വേണം അതിനു വേണ്ടി വിനിയോഗിക്കുവാൻ. വക്കുൽ മിമ്മാ യലീക, അടുത്തുള്ള ഭക്ഷണം വേണം കഴിക്കുവാൻ. ഇനി അള്ളാന്റെ റസൂൽ പറഞ്ഞു, ബിസ്മി ചൊല്ലിയില്ലെങ്കിൽ എന്താ കുഴപ്പം? കുഴപ്പമുണ്ട്. അനിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാൽ, അള്ളാന്റെ റസൂൽ പറഞ്ഞു, ഇന്ന ശൈത്താന യസ്തഹില്ലു ത്വാം അല്ലാ യുദ്കറ സ്മുല്ലാഹി അലൈഹി, നിങ്ങൾ ഭക്ഷണം എടുത്തിട്ട് ബിസ്മി അല്ലാതെയാണ് കഴിക്കുന്നതെങ്കിൽ ശൈത്താന് ഭയങ്കര സന്തോഷമായിരിക്കും. പിന്നെ നിങ്ങളുടെ കൂടെ കഴിക്കാൻ ഒരാളൂടെ ഉണ്ടാവും, അതിന്റെ പേരാണ് ശൈത്താൻ. നിങ്ങൾ ഊണുമേശയൊക്കെ ഇട്ടിരുന്ന് കഴിക്കുകയാണ്, അല്ലെ മായിദത്ത് സുപ്രയൊക്കെ വെച്ച് കഴിക്കുക, നിങ്ങൾ ബിസ്മി ചെല്ലില്ല എങ്കിൽ ആ കാത്തിരിക്കും ശൈത്താൻ. ബിസ്മി ചെല്ലുന്നുണ്ടോ? ചെല്ലുന്നില്ല എങ്കിൽ ഉടനെ നമ്മുടെ അടുത്ത് വന്നിരിക്കും. കൂടെ കഴിക്കാൻ ആരുണ്ടാവും? ശൈത്താനും ഉണ്ടാവും. അവന് ഭയങ്കര സന്തോഷവും, സഹോദരൻ ബിസ്മി ഇല്ല, അവന്റെ അടുത്ത് തന്നെ പോയിരുന്നേക്കാം. അതാ ഉണ്ടാകുന്നത്. എന്നാലോചിച്ച് നോക്കിയേ, യസ്തഹില്ലു ത്വാം, ശൈത്താൻ ആ ഭക്ഷണം അനുവദനീയമാക്കി കൊടുത്തു നമ്മൾ. മറിച്ച് ബിസ്മി ചൊല്ലിയാൽ ഓടിപ്പോവും ശൈത്താൻ, അടുത്തങ്ങ് നിൽക്കത്തില്ല. ഇതെനിക്ക് അനുവദനീയമായ ഭക്ഷണം അല്ല, ഇത് അള്ളാഹ് അവന് കൊടുത്തതാണ്, അവൻ ഹലാലാക്കി കഴിഞ്ഞു ആ ഭക്ഷണം, കാരണം അവൻ ബിസ്മി ചൊല്ലിക്കഴിഞ്ഞു, ഇനി എനിക്കിവിടെ രക്ഷയില്ല എന്ന് പറഞ്ഞ് ശൈത്താൻ പിന്തിരിയും.
അതുപോലെ തന്നെ മറന്നുപോയാൽ, ഒരു മനുഷ്യനാണല്ലോ, വിശപ്പ് കൊണ്ട് ഭയങ്കരമായിട്ട് ചിലപ്പോൾ വരുമ്പോൾ, വിശന്ന് കത്തി വരുമ്പോൾ ചിലപ്പോൾ ബിസ്മി ചൊല്ലാൻ മറക്കും. അപ്പോൾ റസൂലുള്ളാഹി അതിനൊരു ഉപാധി പഠിപ്പിച്ചു. നിങ്ങൾ കുറച്ചങ്ങോട്ട് കഴിച്ചു കഴിയുമ്പോൾ നിങ്ങളുടെ ആ വെപ്രാളവും വിശപ്പൊക്കെ അങ്ങോട്ട് ഒരുവിധം ഒതുങ്ങും. അപ്പോഴാണ് പടച്ചോനെ ബിസ്മി ചൊല്ലിയില്ലല്ലോ. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? അപ്പൊ ഓർത്താൽ ഉടൻ ചെല്ലണം, അല്ലെങ്കിൽ ശൈത്താൻ എഴുന്നേറ്റ് പോകത്തില്ല, കൂടെ തന്നെ ഇരിക്കല്ലേ. ബിസ്മില്ലാഹി അവ്വലുഹു വ ആഖിറുഹു, ഇതിന്റെ തുടക്കവും ഒടുക്കവും ഞാനിതാ ബിസ്മിയിൽ, ബിസ്മില്ലാ, അള്ളാന്റെ നാമം, അവ്വലുഹു, ഈ ഭക്ഷണത്തിന്റെ തുടക്കത്തിലും ഞാൻ ചെല്ലുന്നു, വ ആഖിറുഹു, അതിന്റെ അവസാനവും ചെല്ലുന്നു. ശൈത്താൻ അപ്പം തന്നെ നിർത്തും. ഓഹ്, ഇവൻ ചൊല്ലിക്കളഞ്ഞല്ല. ശൈത്താൻ എഴുന്നേറ്റ് മാറിക്കളയും. കാരണം അവൻ ഓർത്തപ്പം ചൊല്ലിക്കഴിഞ്ഞു. അപ്പൊ ഓർക്കുമ്പോൾ ഇടയ്ക്ക് വെച്ച് തുടക്കത്തിൽ മറന്നയാൾ ഇടയ്ക്ക് വെച്ച് ഓർക്കുമ്പോൾ ഉടൻ ഇത് ചെല്ലിയേക്കണം, എന്നാലേ ശൈത്താൻ എഴുന്നേറ്റ് പോവുകയുള്ളൂ. ഇനി മറ്റൊരു ടീം, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാന്റെ റസൂൽ പറഞ്ഞു, ലാ യഅകുലന്ന അഹദുകും ബിശിമാലി, ഒരിക്കലും നിങ്ങൾ ഇടത് കൈ കൊണ്ട് ഭക്ഷണം കഴിക്കരുത്. വലാ യശ്റബന്ന ബിഹാ, ഇടത് കൈ കൊണ്ട് വെള്ളവും കുടിക്കരുത്. അങ്ങനെയല്ല, ഇങ്ങനെയാണ്. ഭക്ഷണം കഴിക്കുമ്പോൾ വലത് കൈയിൽ ഇതുണ്ടാവൂലേ, അപ്പൊ ഞങ്ങൾ ഗ്ലാസ്സെ പിടിക്കുമ്പോൾ മലിനാവൂലേ? ഈ ഗ്ലാസ് കഴുകാതെ അടുത്ത ആൾക്ക് വെള്ളം കൊടുക്കുവോ? നമ്മൾ കുടിച്ച ഗ്ലാസ് കഴുകാതെ അടുത്ത ആൾക്ക് വെള്ളം കൊടുക്കുവോ? കൊടുക്കത്തില്ലല്ലോ. ഉറപ്പല്ലേ? ഗ്ലാസ് കഴുകിയിട്ടുണ്ടാകും നമ്മൾ ചോദിക്കാറില്ലേ? ആ ഗ്ലാസ് കഴുകി ഒരു ചെറിയ അംശം ഗ്ലാസിന്റെ എവിടെയെങ്കിലും ഒരു അഴുക്കേണ്ട നമ്മൾ കുടിക്കുവോ വെള്ളം? ഇല്ലല്ലോ. അത്ര നല്ല ക്രിസ്റ്റൽ, നല്ല സൂപ്പർ ഗ്ലാസ്സുകളാണ് ഇപ്പൊ ഇറങ്ങണം മാർക്കറ്റിൽ. അതിലൊരു അഴുക്കൾ ഉണ്ടാൽ അപ്പൊ തിരിച്ചറിയാൻ പറ്റും. അപ്പൊ നമ്മൾ ഇങ്ങനെ പറയുന്നതാണ്, അത് ഭക്ഷണം കഴിക്കുമ്പോൾ കയ്യിൽ ഭക്ഷണത്തിന്റെ അംശം ഉണ്ടാകും, അതുകൊണ്ട് വെള്ളം കുടിക്കുമ്പോൾ വലത് കൈയിൽ എടുത്തു കഴിഞ്ഞാൽ ആ ഗ്ലാസ്സിൽ പറ്റിക്കോട്ടെ. ഭക്ഷണം ഇത്രയും നേരം പാത്രത്തിൽ പറ്റിയില്ലയോ, ഇത്തിരി ഗ്ലാസ്സിലും പറ്റിക്കോട്ടെ. അത് കഴുകും, നമ്മൾ സ്വന്തം കഴുകും, അല്ലെങ്കിൽ നമ്മുടെ വൈഫ് കഴുകും, അല്ലെങ്കിൽ നമ്മുടെ ഉമ്മ കഴുകും. അള്ളാന്റെ റസൂൽ പറഞ്ഞു, ലാ യഅകുലന്ന അഹദുകും ബിശിമാലി, ഒരിക്കലും നിങ്ങൾ ഇടത് കൈ കൊണ്ട് ഭക്ഷണം കഴിക്കരുത്. കണ്ട, ഭയങ്കര പ്രയോഗമാണ്. ലാ യഅകുലന്ന എന്ന് പറഞ്ഞു, ഒരിക്കലും കഴിച്ചു പോകരുത്. വലാ യശ്റബന്ന, ഒരിക്കലും കുടിച്ചു പോകരുത്, ബിഹാ, ഇടത് കൈ കൊണ്ട്. കാരണം എന്താ? കാരണം കൂടെ പറഞ്ഞു. ഫഇന്ന ശൈത്താന, കാരണം ശൈത്താൻ, ഇബ്ലീസ്, പിശാച്, യഅകുലു ബിശിമാലി, ഇടത് കൈ കൊണ്ടാണ് കഴിക്കുന്നത്. വയശ്റബു ബിഹാ, ഇടത് കൈ കൊണ്ടാണ് അവൻ കുടിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇടത് കൈ കൊണ്ട് കുടിക്കുകയോ ഇടത് കൈ കൊണ്ട് ഭക്ഷണം കഴിക്കുകയോ ചെയ്താൽ നമ്മൾ ശൈത്താന്റെ കൂടെ ആയി പോകും. മുഅ്മിനീങ്ങളുടെ കൂടെ വരത്തില്ല, ശൈത്താന്റെ കൂടെ പെട്ടുപോകും. ഇനി ചില പിള്ളേരുണ്ട്, എപ്പോഴും VIP ഫുഡ് ഉണ്ടാക്കാൻ പറ്റുമോ ഉമ്മമാർക്ക്? എല്ലാ ഭക്ഷണവും നമ്മൾ കഴിക്കണം, ഏത് ഭക്ഷണം കിട്ടിയാലും കഴിക്കണം, ഹലാലാണെന്ന് തോന്നിയാൽ കഴിക്കണം. പക്ഷേ ചില ആൾക്കാർക്ക് അവർക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണം കിട്ടിയില്ല എങ്കിൽ അവിടെ പ്രശ്നം ഉണ്ടാകും, പ്രത്യേകിച്ചും കുട്ടികൾ. അബീ ഹുറൈറ റളിയല്ലാഹു അൻഹു, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുന്നു, മാ ആബൻ നബിയ്യു തുആമൻ ഖത്തു, ഒരിക്കലും ഒരു ഭക്ഷണത്തെയും നബി ആക്ഷേപിച്ചിട്ടില്ല. അള്ളാന്റെ റസൂൽ എത്ര വില കുറഞ്ഞ ഭക്ഷണമാകട്ടെ, വില കൂടിയ ഭക്ഷണമാകട്ടെ, മീഡിയം തരത്തിലുള്ള ഭക്ഷണമാകട്ടെ, ഒരിക്കൽ പോലും അള്ളാന്റെ റസൂലിന് എന്നുള്ള വാക്ക്, ഈ ഭക്ഷണത്തിന്റെ മുമ്പിൽ ഇരുന്ന് ഭക്ഷണത്തെ കുറ്റം പറയുന്ന ഒരു അവസ്ഥ അള്ളാന്റെ റസൂലിനില്ലായിരുന്നു. ഇനിഷ്തഹാഹു അകല, അള്ളാന്റെ റസൂലിന് ഇഷ്ടപ്പെട്ടാൽ നബി കഴിക്കും. വൈൻ കരിഹാ തറക്ക, ഇഷ്ടപ്പെടുന്നില്ലെങ്കിൽ കഴിക്കില്ല. ഒരിക്കൽ ഉടുമ്പ് പാചകം ചെയ്ത് കൊണ്ടുവന്നു സഹാബാക്കൾ. ഉടുമ്പിൽ, നമ്മൾക്കിപ്പോ ഇവിടെയൊക്കെ ഇഷ്ടം പോലെ സുലഭമായി കിട്ടുന്ന ഒരു സാധനം ഉടുമ്പ്. അതിനെ പാചകം ചെയ്തുകൊണ്ട് പിടിച്ചു കൊണ്ടുവന്നിട്ട് സഹാബാക്കൾ പാചകം ചെയ്ത് കൊണ്ടുവന്നിട്ട് ഇങ്ങനെ ഫ്രണ്ടിൽ വെച്ചു. എല്ലാവരും ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുന്നു. റസൂൽ കഴിച്ചില്ല. റസൂലൊന്നും പറഞ്ഞില്ല, കാരണം ഉടുമ്പ് ഹറാമാക്കിയിട്ടില്ല. പക്ഷെ നബിക്ക് ഇഷ്ടപ്പെട്ടില്ല. അതുകൊണ്ട് നബി എന്ത് ചെയ്തില്ല? കഴിച്ചില്ല. സഹാബാക്കൾ കഴിക്കല്ലേ എന്ന് പറഞ്ഞു, കഴിക്കല്ലേ എന്ന് പറഞ്ഞിട്ടില്ല. അപ്പൊ നബി ഒരു ഭക്ഷണം ഇഷ്ടപ്പെട്ടാൽ കഴിക്കും, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ കഴിക്കില്ല. അത് ചെയ്താൽ പോരെ, അതിനെ കുറ്റം പറയണോ? കുറ്റം പറയേണ്ട കാര്യമില്ല. കഴിക്കുന്നവരെ കഴിക്കട്ടെ, നമുക്ക് വേണ്ട എങ്കിൽ വേണ്ട, അത്രയേ ഉള്ളൂ. ഇനി ഭക്ഷണം താഴെ വീഴാൻ, ഒരിക്കലും ഒരു യോഗി ഒരു വീട്ടിലെ അതിഥിയായിട്ട് വന്നു. അപ്പൊ ഭക്ഷണം എടുത്തു വെച്ചു. 8ാം ക്ലാസ്സിൽ പഠിക്കാനുള്ളതാകട്ടോ. ഭക്ഷണം എടുത്തു വെച്ചു. അപ്പൊ അദ്ദേഹം പറഞ്ഞു, ഒരു സൂചി കിട്ടുമോ? സൂചി. ഭക്ഷണത്തിന് മുമ്പിൽ എന്തിനാ സൂചി? ഒരു ഗ്ലാസ് വെള്ളവും വേണം പ്രത്യേകം. അങ്ങനെ ആ വീട്ടുകാര് ഭക്ഷണം കൊണ്ടുവന്ന് വെച്ചു, ഒരു സൂചിയും കൈ കൊടുത്ത് ഒരു ഗ്ലാസ് വെള്ളവും കൊടുത്തു. എന്നിട്ട് ഇങ്ങനെ യോഗി ഭക്ഷണം കഴിച്ച് കഴിഞ്ഞപ്പോൾ ഒരു 2-3 വറ്റ് താഴെ കിടപ്പുണ്ട്. അദ്ദേഹം ആ സൂചി കൊണ്ട് അത് കുത്തിയെടുത്തു, എന്നിട്ട് ഈ വെള്ളത്തിൽ കഴുകി അതും കഴിച്ചു. അപ്പോഴാണ് ഈ സൂചിയുടെ ഉപയോഗം മനസ്സിലായത് വീട്ടുകാർക്ക്. അത്ര സൂക്ഷ്മത. എന്താ കാരണം? ഖാല റസൂലുള്ളാഹ്, അള്ളാന്റെ റസൂൽ പറഞ്ഞു,
ഇന്ന ശൈത്വാന, തീർച്ചയായും പിശാചൻ, യഹ്ദുറു അഹദക്കും ഇൻദ കുല്ലി ശൈഇൻ മിൻ ശഅനിഹി, നിങ്ങൾ എന്ത് ചെയ്താലും ശൈത്താൻ അവിടെ ഹാജരാകും. എന്ത് കാര്യം ചെയ്താലും ശൈത്താൻ അവിടെ ഹാജരാകും. ഹത്താ യഹ്ദുറഹു ഇൻദ ദുആമി, നിങ്ങൾ ഭക്ഷണം കഴിക്കുന്ന സദസ്സിലേക്കും വീട്ടിലേക്കും ഒക്കെ അവൻ കയറി വരും. ഫഇദാ സക്കത്തത് മിൻ അഹദിക്കുമുൽ ലുഖ്മത, അതുകൊണ്ട് നിങ്ങളിൽ നിന്നും ഒരു പിടി ഭക്ഷണം താഴെ പോയാൽ, നിങ്ങളുടെ കയ്യിൽ നിന്നും അബദ്ധത്തിൽ ഒരു പിടി ഭക്ഷണം താഴെ പോയാൽ, അല്ലെ മേശയിൽ വീണാൽ, ഫൽ യുമിത് മാ കാന ബിഹാ മിൻ അദാ, അതിൽ എന്തെങ്കിലും തരത്തിൽ അഴുക്കുണ്ടെന്ന് കണ്ടാൽ അത് നീക്കം ചെയ്യണം. നീക്കം ചെയ്തിട്ട് സുമ്മല യൗകുലഹ, അത് കഴിക്കണം. വലാ യദഅഹാ ലിശൈത്വാൻ, അത് ശൈത്താന് വേണ്ടി നിങ്ങൾ ഒഴിവാക്കിയിടരുത്. എത്ര ഭക്ഷണമില്ലെന്ന് ആലോചിക്കുക. സന്തോഷിച്ചിക്കാനത്തിന്റെ ബിരിയാണി വായിച്ചിട്ടുണ്ടോ? ബിരിയാണി കിട്ടിയെങ്കിലൊന്ന് വായിക്കണം. കാസർഗോഡ് നടന്നൊരു സംഭവമാണ്. കാസർഗോഡ് ഒരു വിവാഹം നടന്നു. ഭയങ്കര ആർഭാട വിവാഹമായിരുന്നു, ഒരു മുസ്ലിമിന്റെ വീട്ടിൽ. അങ്ങനെ വിവാഹമൊക്കെ കഴിഞ്ഞു. ഗോപാൽ യാദവ് എന്ന് പറയുന്ന ഒരു ബീഹാരിയെ വിളിച്ചു. എന്താ കാരണം? ഒരു 5-6 ചെമ്പ് ബിരിയാണി ബാക്കിയാണ്. അപ്പൊ ഗോപാൽ യാദവ് വന്നു. ബീഹാരിയാണ് ആള്. അയാളോട് പറഞ്ഞു, ഈ ബിരിയാണി മുഴുവൻ നീ ഒന്ന് കുഴിച്ചു നോക്കണം, നീ വലിയ കുഴി കുത്തണം. അങ്ങനെ ആദ്യം പറഞ്ഞില്ല എന്തിനാ കുഴിയെന്ന്. അയാൾ കുഴി കുത്തിക്കഴിഞ്ഞാണ് ഈ ബിരിയാണി ചെമ്പ് ഓരോന്നെ കൊണ്ടുപോയി നീ കുഴിയിലിട്ട് മൂടണം. അങ്ങനെ ഈ ബീഹാരി കൊണ്ടുവന്നിട്ട് ഓരോ ചെമ്പ് പൊട്ടിച്ചിട്ട് കുഴിയിലേക്ക് ഇടുമ്പോഴും കണ്ണുനീർ തുള്ളികൾ ഇങ്ങനെ അയാളുടെ കണ്ണിൽ നിന്ന് വന്ന് വീഴുന്നുണ്ട്. അവസാനം കുഴി നിറഞ്ഞു. കുഴി നിറഞ്ഞപ്പോൾ ആ വീട്ടുകാരൻ വന്നിട്ട് പറഞ്ഞു, നീ കുഴി ചവിട്ടി താത്തിട്ട് ഇനിയും ബാക്കി ഇടുക. ചവിട്ടി താത്താൻ പറഞ്ഞു. അവൻ ഒരു കാരണവശാലും അതിലേക്ക് ഇറങ്ങിയില്ല. കാരണം ഇത്രയും നീളമുള്ള അരി അവന്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. അതിന്റെ ഭക്ഷണമാണിത്. എത്രങ്ങാനം മാംസം, എത്രങ്ങാനം അരി, ഇതിങ്ങനെ ചവിട്ടി താത്താൻ പറഞ്ഞിട്ട് അവനിരുന്ന് കരയാൻ തുടങ്ങി. ഒരാൾ വിളിച്ചു, നീ എന്തിനാ കരയണം? എന്റെ മകൻ മരിച്ചു പോയത് ഭക്ഷണം കിട്ടാഞ്ഞിട്ടാ. എന്റെ മകൻ മരിച്ചു പോയത് ഭക്ഷണം കിട്ടാഞ്ഞിട്ടാ. അവന്റെ ജീവിതത്തിൽ ഇത്രയും നീളമുള്ള അരിയുടെ ഭക്ഷണം കണ്ടിട്ടില്ല, ഞങ്ങൾ ആരും കണ്ടിട്ടില്ല. ഇത് ഞാൻ ചവിട്ടി താഴ്ത്തിയാൽ എന്ത് സമാധാന ദൈവത്തോട് ഞാൻ പറയും? നടന്ന സംഭവം. അത് സന്തോഷിച്ച് ഗാനം കഥയായിട്ട് എഴുതി, ബിരിയാണി എന്ന് പറയുന്ന കഥയായിട്ട് എഴുതി. കുറച്ച് ചെറിയ പുസ്തകം, ഒന്ന് വായിച്ചു നോക്കണം. നമ്മുടെയൊക്കെ മനസ്സങ്ങട്ട് പെട്ടക്കും. ആരെഴുതിയാലും സംഭവം എഴുതുമ്പോൾ മനസ്സിനൊരു വേദന ഉണ്ടാകും. അള്ളാഹ് പറഞ്ഞു, കുലു, നിങ്ങൾ തിന്നോ, വശ്രബു, നിങ്ങൾ കുടിച്ചോ, വലാ തുസ്രിഫൂ, ഇസ്രാഫ് കാണിക്കല്ലേ, അമിതമായി ഒന്നും കാണിക്കല്ലേ. ആളുടെ എണ്ണ എടുത്തിട്ട് ഭക്ഷണം ഉണ്ടാക്കിയാൽ മതി വീടുകളിൽ. കല്യാണത്തിന് നിങ്ങൾ വിളിക്കുന്ന ആൾക്കാരുടെ എണ്ണ അറിയില്ലയോ? ഇപ്പോൾ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാവുന്നേ ഉള്ളൂ ഭക്ഷണമൊക്കെ. 500 പേരെ വിളിച്ചു, അല്ലെങ്കിൽ 150 പേരെ വിളിച്ചു, അല്ലെങ്കിൽ 200 പേരെ വിളിച്ചു. അപ്പൊ നമ്മൾ 250 പേർക്ക് ഉണ്ടാക്കേണ്ട കാര്യമില്ലല്ലോ. ഉണ്ടോ? കുറച്ചുകൂടെ ശേഖരിച്ച് വെച്ചേക്ക് അരി, എന്നിട്ട് ഉണ്ടാക്കുക. എന്നിട്ട് തീർന്നു പോകുമെന്ന് കണ്ടാൽ ഉടൻ പാചകം ചെയ്ത് തരാൻ പറ്റിയ പാചകക്കാരൊക്കെ ഉണ്ട് ഇപ്പോൾ, പെട്ടെന്ന് തന്നെ. മറിച്ച് പാചകം ചെയ്ത് എല്ലാം റെഡിയായി കഴിഞ്ഞാൽ കഴിക്കാൻ ആള് വന്നില്ലെങ്കിൽ പിന്നെ എന്ത് ചെയ്യും ആ ഭക്ഷണം? പണ്ട് എത്തീങ്കാനയിലൊക്കെ കൊടുത്തുവിടായിരുന്നു. ഇപ്പൊ എത്തീങ്കാന ഉണ്ടോ? പിള്ളേരുണ്ടോ? അങ്ങനെ ഹോസ്റ്റലുകളിലൊക്കെ ഇപ്പൊ അങ്ങനെയൊന്നും ആരും എടുക്കത്തില്ല, കൊണ്ടുപോയാൽ തന്നെ. അതുകൊണ്ട് അള്ളാഹ് പറഞ്ഞു, കുലു, നിങ്ങൾ തിന്നോ, വശ്രബു, കുടിച്ചോ, വലാ തുസ്രിഫൂ, ഇസ്രാഫ് കാണിക്കരുത്. ഒരു കാരണവശാലും അമിതമായി ഇട്ട് പുഴുങ്ങരുത്, അമിതമായി വേവിക്കരുത്. നാഴിയരി ഭർത്താവിനും ഭാര്യനും കുഞ്ഞിനും മതിയെങ്കിൽ നാഴിയരി ഇട്ടാൽ മതി. 2 നാഴി ഇടേണ്ട കാര്യമില്ല. ആ അരി തന്നെ കൂടുതലാണ്. വലാ തുസ്രിഫു, ഒരിക്കലും ഇസ്രാഫ് കാണിക്കരുത്. ഇന്നഹു ലാ യുഹിബ്ബുൽ മുസ്രിഫീൻ, ഇസ്രാഫ് കാണിക്കുന്നവരെ അള്ളാഹ് ഇഷ്ടപ്പെടത്തില്ല. പടച്ചോന് ഇഷ്ടമല്ല. അതാ, വേറെ കുഴപ്പമൊന്നുമില്ല. റബ്ബിന് ഇഷ്ടമല്ല. മറ്റൊരായതുണ്ട് ഇസ്ര, ഇത് അൽ അഹ്റാഫിലായത്താ. അൽ ഇസ്ര എന്ന് പറഞ്ഞൊരു സൂറത്തിൽ ഒരു ആയത്തുണ്ട്, അത് ഭയങ്കര ഗൗരവമുള്ളതാ. വലാ തുബദ്ദിർ തബ്ദീറാ, നിങ്ങൾ ദൂർത്തടിക്കരുത്. ഇന്നൽ മുബദ്ദിരീന കാനൂ ഇഖ്വാന ശയാതീൻ, കാരണം ദൂർത്തടിക്കുന്നവർ ശൈത്താന്റെ പ്രദേശാണ്. ശൈത്താന്റെ സഹോദരന്മാരാണ് ദൂർത്തടിക്കുന്നത്. കാനൂ ഇഖ്വാന ശയാതീൻ, ഇന്നൽ മുബദ്ദിരീന കാനൂ ഇഖ്വാന ശയാതീൻ. എന്താ പദ, എന്തൊരു പ്രയോഗമാണ് അള്ളാന്റെ. നടിച്ച് ശൈത്താന്റെ ബ്രദറാന്ന് പറഞ്ഞ പിന്നെ വേറെ എന്ത് പറയണം അവരെ പറ്റി? ഇപ്പൊ ഭക്ഷണം ഒരു നുള്ളു പോലും അനാവശ്യമായി കളയാൻ ഒരൊറ്റ രക്ഷകർത്താവും അനുവദിക്കരുത്.
ഒരു കാരണവശാലും അനുവദിക്കരുത്. അതിന് നിർബന്ധം പിടിക്കണം. ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കണം. അള്ളാഹുവിന്റെ റസൂൽ പഠിപ്പിച്ച സുന്നത്തുകളിൽ പെട്ടതാണ്. അങ്ങനെയാകുമ്പോൾ കൊച്ചു മക്കളെ അടക്കം നമ്മൾ ഭക്ഷണ മര്യാദ പഠിപ്പിക്കാൻ പറ്റും. മോനെ വലത് കൈ കണ്ടു കഴിക്കും മോനെ, ബിസ്മില്ല ചൊല്ലും മോനെ, താഴെ വാരിയിടല്ലേ മോനെ, കുഞ്ഞുകുട്ടിയല്ലയോ, അവനോട് ഇങ്ങനെ പറഞ്ഞു കൊടുക്കാം. നമ്മൾ ഒറ്റക്ക് ഗൃഹനാഥൻ എന്ന നിലയിൽ ഒറ്റക്ക് പോയിരുന്ന് കഴിക്കാൻ പാടില്ല. ഗൃഹനാഥനും ഗൃഹനാഥയും മക്കളും എല്ലാവരും കൂടെ ഇരുന്ന് ഒന്നിച്ച് കഴിക്കണം. അപ്പോൾ ഒരാൾക്കൊരു അബദ്ധം വന്നാൽ, ഒരാൾ ബിസ്മി മറന്നാൽ ഒക്കെ പറഞ്ഞു കൊടുക്കാൻ പറ്റും ഉറപ്പായിട്ടും, അല്ലയോ? നബിയുടെ വീടിനെ പറ്റി ചിന്തിച്ചിട്ടുണ്ടോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വീട് അൻ ആയിഷ റളിയല്ലാഹു അൻഹ കാന യഗ്തി അലൈനാ അശ്ശഹ്റു മാ നുഖിദു ഫീഹി നാറൻ. തീ കൊണ്ട് പാചകം ചെയ്യാവുന്ന വസ്തുക്കൾ ലഭിക്കാത്ത മാസം തന്നെ കഴിഞ്ഞു പോയിട്ടുണ്ട് അള്ളാഹുവിന്റെ റസൂലിന്റെ വീട്ടിൽ. തീ കൊണ്ട് പാചകം ചെയ്യുന്ന വസ്തുക്കൾ ലഭിക്കാത്ത മാസമാണ്, ദിവസമല്ല, മാസം തന്നെ കഴിഞ്ഞു പോയിട്ടുണ്ട്. അപ്പൊ ഞങ്ങൾ എന്താണ് കഴിക്കുന്നത്? ഇന്നമാഹുവ തംറു വൽ മാഉ, കാരക്കയും വെള്ളവും. ചിലപ്പോൾ ഉണക്കക്കാരക്കയായിരിക്കും. അതൊന്ന് കുതിരാൻ വേണ്ടി വെള്ളത്തിലിട്ട് വെക്കും. എന്നിട്ട് ഞങ്ങൾ അതാണ് കഴിക്കുന്നത്. ആരാ പറയുന്നത്? ആയിഷ റളിയല്ലാഹു അൻഹ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രിയപത്നി, നമ്മുടെ ഉമ്മായാണ് ഈ പറയുന്നത്. ഉമ്മഹാത്തുൽ മുഅ്മിനീൻ, ഇവരെ വിശേഷിപ്പിക്കുന്നത് എന്താണ്? മുഅ്മിനീങ്ങളുടെ ഉമ്മ എന്നാ വിശേഷിക്കുക. അവർ പറയാ, അള്ളാഹുവിന്റെ റസൂലിന്റെ കൂടെ കഴിഞ്ഞിട്ടേ ഒരു മാസമൊക്കെ ഞങ്ങൾക്ക് ചിലപ്പോൾ പാചകം ചെയ്യാൻ പറ്റിയ ഭക്ഷണം കിട്ടിയിട്ടില്ല. അന്ന് ഞങ്ങൾ കഴിച്ചുകൊണ്ടിരുന്നത് ഉണക്കക്കാരക്ക വെള്ളത്തിലിട്ട് കുതിർത്ത് ആണ് കഴിച്ചുകൊണ്ടിരുന്നത്. ഇല്ല യൂത്ത ബില്ലുഹൈ, വല്ലപ്പോഴൊക്കെ ഇറച്ചി കൊണ്ടുവന്ന് വല്ലപ്പോഴൊക്കെ, അത് എപ്പോഴും ഇല്ല. അതുപോലെ ജാബിർ റളിയല്ലാഹു അൻഹു പറയുന്നു, അന്നൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഅല അഹ്ലഹു, ഒരിക്കൽ നബി അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് കടന്നു വന്നു. എന്നിട്ട് എന്തോ ഉണക്ക റൊട്ടിയാ മറ്റോ കൊണ്ടുവന്ന് വെച്ചു അള്ളാഹിന്റെ മുമ്പിൽ. എടോ, ഇതിന് ഉദുമ വല്ലതും ഉണ്ടോ? ചിരിച്ചോട്ടാ ചോദിക്കും. ഉദുമ, കറി കഴിക്കേക്ക് ഉണക്കിയാണല്ലോ, പിച്ചിക്കറി എടുത്തത് കഴിക്കണമല്ലോ. ഫഖാലു, അപ്പൊ അവർ പറഞ്ഞു, വീട്ടുകാരി പറഞ്ഞു, മാ ഇൻദനാ ഇല്ലാ ഖല്ലുൻ, സുർക്കയുണ്ട്. സുർക്ക അറിയാലോ, അച്ചാറിലൊക്കെ ഒഴിക്കണം, അച്ചാർ കേടാകാതിരിക്കാൻ ഒഴിക്കുന്ന സാധനം സുർക്ക. ഖല്ലെന്ന അറബി പറയണം. ഞങ്ങളുടെ കയ്യിൽ സുർക്ക മാത്രമേ ഉള്ളൂ. ഫദആ ബിഹി, കൊണ്ടുവരാൻ പറഞ്ഞു സുർക്ക. ഫജഅല യൗകുലു ബിഹി, അങ്ങനെ ഈ ഉണക്ക റൊട്ടി മുറിച്ചെടുത്തിട്ട് സുർക്കയിൽ മുക്കി നബി കഴിക്കാൻ തുടങ്ങി. വയഖൂലു, എന്നിട്ട് പറഞ്ഞു, നിഅമൽ ഇദാമു വൽ ഖല്ലു, ഓ സുർക്ക എന്ത് നല്ല കറിയാ. എന്താ നോക്കിയേ, ഇത് അഷ്റഫുൽ ഖൽഖാണ് ഈ പറയുന്നത്. സുർക്ക എന്ത് നല്ല കറിയാ. നിഅമൽ ഇദാമു വൽ ഖൽ, രണ്ടു വട്ടം പറഞ്ഞു. ഈ സുർക്ക എത്ര നല്ല കറിയാ. സയ്യിൽ ഇദാമി അൽ മിൽഹ്, ഒരിക്കൽ പറഞ്ഞു അല്ലാഹുവിന്റെ റസൂൽ, കറികളുടെ നേതാവാരാന്നറിയാവോ? അൽ മിൽഹ്, ഉപ്പാണോ? കറികളുടെ നേതാവാരാണ്? ഉപ്പാണ്. ഒരിക്കൽ പറഞ്ഞു, കറികളിൽ ഏറ്റവും നല്ല കറി കിട്ടാനിതല്ലേ, വേറെ വകുപ്പില്ലല്ലോ. അപ്പൊ അവിടെ ഇരുന്ന് പുകഴ്ത്തി പറയാ, എന്ത് നല്ല കറിയായി സുർക്ക, ഉണക്കറൊട്ടി മുക്കാനേ, സുർക്കയിൽ മുക്കി കഴിക്കാൻ. അതാണ് അള്ളാഹുവിന്റെ റസൂൽ. ഇപ്പോൾ ഞാൻ പീരിയോഡിക്കൽസിൽ വായിച്ച ഒരു അഹമ്മദ് അഷ്ഫാഖിന്റെ കഥ ഓർമ്മ വരിക. അഹമ്മദ് അഷ്ഫാഖ് ഇറാഖിലെ ഒരു ചെരുപ്പൂത്തിയാണ്. ഇദ്ദേഹം ചെരുപ്പ് കുത്തി കിട്ടുന്ന പൈസയിൽ കുറേശ്ശെ ഒരു വലിയ ടിഫിനിൽ ഇട്ട് വെക്കും, ആർക്കും കൊടുക്കാൻ പറ്റാത്ത ഒരു അളുക്കയിൽ. അതിന് ഹജ്ജിന് പോകണം അദ്ദേഹത്തിന്. അതാണ് അദ്ദേഹത്തിന്റെ ഏക ആഗ്രഹം. മരിക്കുന്നതിന് മുമ്പ് എങ്ങനെയെങ്കിലും ഹജ്ജിന് പോകണം. അങ്ങനെ ഓരോ ചെരുപ്പുകൾ കുത്തി വൈകുന്നേരം വീട്ടിലെത്തുമ്പോൾ ഒരു സംഖ്യ ആ ഇതിലേക്ക് ഇട്ട് വെക്കും. അങ്ങനെ ഹജ്ജിന് പോകാനുള്ള പൈസയൊക്കെ ആയി. വർഷങ്ങൾ കൊണ്ടാണ് ഉണ്ടാക്കിയത്. അങ്ങനെ ഒരിക്കൽ തന്റെ മകന്റെ മകൻ കരഞ്ഞ് വീട്ടിലേക്ക് വരും. എന്താണ് മുന്നേ നീ കരയണത്? ഉപ്പാന്നാ വിളിക്കണം. വാപ്പാനെ ഉപ്പാന്നാണല്ലോ വിളിക്കുന്നത്. വാപ്പയുടെ വാപ്പയല്ലേ. അയൽപക്കത്ത് ഇറച്ചി പാചകം ചെയ്ത് ഞാൻ ചോദിച്ചിട്ട് തന്നില്ല. നല്ല സ്മെല്ല് വന്നപ്പോൾ ഞാൻ പോയത് ആ വീട്ടിൽ, എനിക്ക് തന്നില്ല. ഇദ്ദേഹത്തിന് സങ്കടമായി. ഉപ്പാക്ക് മകനെയും കൂട്ടി അവിടെ ചെന്നു. ഒരു കഷ്ണം, ഈ കുഞ്ഞല്ലേ ചോദിച്ചത്, ചെറിയ കുഞ്ഞല്ലേ, ഒരു കഷ്ണം ഇറച്ചി കൊടുക്കാൻ പാടില്ലായിരുന്നു. പാവല്ലേ, കൊച്ചുകുട്ടിയല്ലേ. അപ്പൊ പറഞ്ഞു, ഇത് ഞങ്ങൾക്ക് ഹലാലും നിങ്ങൾക്ക് ഹറാമുമാണ്. അതെങ്ങനെ നിങ്ങൾക്ക് ഹലാലും ഞങ്ങൾക്ക് ഹറാമും ആവുന്നത് എങ്ങനെയാ? ഭക്ഷണം ഞങ്ങൾക്ക് കിട്ടിയിട്ട് ഒരാഴ്ചയായി. അപ്പോഴാണ് ആരോ പറഞ്ഞ, ആ പാടത്ത് ഒരാട് ചത്ത് കിടപ്പുണ്ടെന്ന് പറഞ്ഞു. ഞങ്ങൾ ആ മയ്യത്തെടുത്തിട്ട് വന്ന് കണ്ടിട്ട് ഒരാഴ്ചയിൽ ഭക്ഷണം കിട്ടാതെ ഞങ്ങൾ ആകെ വിഷമിക്കുക, വീട്ടുകാരെ, ഞങ്ങളുടെ മക്കൾ. അത് എടുത്തുകൊണ്ട് വന്ന്, അള്ളാഹു പറഞ്ഞിട്ടുണ്ടല്ലോ നിർണായക ഘട്ടങ്ങളിൽ, വമനുൽ തുറ വൈറ ബാഹിൻ വല ആദിൻ, നിർണായക ഘട്ടത്ത് ഒരു രക്ഷയും ഇല്ലാത്ത സമയത്ത് നിങ്ങൾക്ക് അള്ളാഹു അനുവദനീയമാക്കാത്ത കാര്യത്തെപ്പറ്റി ചിന്തിക്കാം. നിർണായക ഘട്ടത്തിലാണത്. ഞങ്ങൾ അങ്ങനെ നിർണായക ഘട്ടം ഞങ്ങൾക്ക് വന്നപ്പോൾ ആ ആടിന്റെ ഇറച്ചി ഞങ്ങൾ കഴിക്കുമ്പോഴാണ് ഈ കുഞ്ഞു വന്നത്. നിങ്ങൾക്കത് ഹലാലല്ല, അതാ ഞങ്ങൾ കുഞ്ഞിന് കൊടുക്കാൻ. ഇദ്ദേഹം അഹമ്മദ് അഷ്ഫാഖ് വീട്ടിൽ ചെന്നിട്ട്, എന്ത് ഹജ്ജ്,
ഇവിടെ പട്ടിണി കിടക്കുന്ന മനുഷ്യരുണ്ടായിട്ട് ഞാൻ ഇനി ഹജ്ജിന് പോകാൻ പോവാ, ആ പൈസ എടുത്തുകൊണ്ട് ഈ സാധുക്കൾക്ക് അങ്ങോട്ട് കൊടുത്തു. എന്റെ ഹജ്ജ് ഇവിടെയാണ്, ഇത് മതി എനിക്ക്, എന്റെ റബ്ബ് എനിക്ക് അത് പ്രതിഫലം നൽകും. ഓതാൻ സമയമില്ല, സമയം അതിക്രമിച്ചു. അലാ ഹുബ്ബിഹി മിസ്കീനൻ വയതീമൻ വഅസീറാ ഇന്നമാ നുത്ഇമുകും ലിവജ്ഹില്ലാഹ് ലാ നുരീദു മിൻകും ജസാഅൻ വലാ ശുകൂറാ ഇന്നാ നഖാഫു മിർ റബ്ബിനാ യൗമൻ അബൂസൻ ഖംതരീറാ ഫവഖാഹുമുല്ലാഹു ശർറ ദാലികൽ യൗം വലഖാഹും നദ്റതൻ വസുറൂറാ. ഇത് സൂറത്തു ദഹറിലുള്ള ദഹർ ഹൽ അത്താ അലൽ ഇൻസാനി ഹീനു മിന ദഹറിൽ എന്ന് വെള്ളിയാഴ്ച രണ്ടാമത്തെ റക്അത്തിൽ സുബഹിക്ക് കേട്ട സൂറത്താ, അതിലുള്ളതാ. അതൊന്നും ഇൻഷാ അല്ലാഹ് എടുത്ത് മറിച്ചു നോക്കണം. അപ്പൊ അഹമ്മദ് അഷ്ഫാഖ് ചെയ്തത് എത്ര ഖൈറാണെന്ന് അപ്പോൾ മനസ്സിലാകും. അള്ളാഹു അനുഗ്രഹിക്കട്ടെ.